എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ടർക്കിഷ് പോച്ച്ഡ് എഗ് എന്നാണ് പേര്. കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു സൂപ്പർ ഫാൻറ്റാസ്റ്റിക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനും പണ്ട് ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് എന്തുട്ടാണ്, നമുക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒഴിവാക്കാറുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് യൂട്യൂബിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അയ്യോ നമ്മൾക്ക് എന്താ പറയുക, സ്വർഗ്ഗം കാണുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. മിൽക്കി മിസ്റ്റിൻ്റെ ഒട്ടും പുളിയില്ലാത്ത തൈര് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വെർഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി കാന്താരി മുളകും അതുപോലെ തന്നെ മുളക് ചതച്ചതും, നമുക്ക് മല്ലിയില ഉള്ളൂ എന്ന് വെച്ചാൽ മല്ലിയില ഇടാം. ഞാൻ അതിൽ ഇത്തിരി റോസ്മേരിയുടെ ഉണങ്ങിയതുണ്ടായിരുന്നു, അതൊന്ന് പൊടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും ഓപ്ഷനാണ് കേട്ടോ, ഒന്നും കുഴപ്പമില്ല. നമുക്ക് ചില്ലി ഫ്ലേക്സും മല്ലിയില ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്കത് ഇട്ടാൽ മതി, യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ സാധനം ഒരു ഒന്നൊന്നര അടാറ് സാധനമാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടാവില്ല, ലാഭമേ ഉള്ളൂ. ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ സ്ഥിരം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒരു പക്ഷേ ഇതായിരിക്കും. ഇതിന് 1-2 ഗാർലിക്കിൻ്റെ ക്ലോവ് എടുത്തിട്ടുണ്ട്, അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ സ്ക്രബ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി അതിലേക്ക് അത്യാവശ്യമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഗാർലിക്കിൻ്റെ ക്ലോവും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരിയും ഒക്കെ പച്ചമുളകും ഒക്കെ അരിഞ്ഞതിട്ടിട്ട് നന്നായി ഒന്ന് അതിലേക്ക് ഇളക്കി ചേർക്കുകയാണ്. ഇനി പാകത്തിന് അതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് പോച്ച്ഡ് എഗ് ആണ്. ലാലേട്ടൻ്റെ പോച്ച്ഡ് എഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ പോച്ച്ഡ് എഗ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ലേശം തുള്ളി തുള്ളി പോകുന്ന വെള്ളയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കണം. എന്നിട്ട് പതുക്കെ ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം തിളയ്ക്കാൻ നിൽക്കരുത്. എൻ്റെ ഇത്തിരി ചൂട് കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ എഗ് അതിലേക്ക് ഇടുക. ചൂട് കൂട്ടരുത്, ആ താഴ്ന്ന ചൂടിൽ തന്നെ അതിങ്ങനെ വെന്ത് കിട്ടണം. എന്താ ഇങ്ങനെയാണ് ഇരിക്കുക. ഉണ്ണിക്ക് യാതൊരു കുഴപ്പവും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ വെള്ളം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2 പോച്ച്ഡ് എഗ്ഗിനെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ആ ക്രീമിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ, നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്തിരി ബട്ടറിൻ്റെ ഒരു സോസാണ്. അതിലേക്ക് വേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ വെച്ചിട്ടുണ്ട്. പക്ഷേ പാൻ നന്നായി ചൂടായിട്ട് കരിഞ്ഞു പോകുന്നരുത്. ബട്ടർ ഇളം ചൂടിൽ വേണം നമ്മൾ ബട്ടർ അതിലേക്ക് ഇടാൻ. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ജീരകം പൊടിച്ചതുണ്ട്, കുറച്ച് കുരുമുളകും കൂടി ഉണ്ട് കേട്ടോ. ഞാനിത്തിരി മുളക് പൊടിയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ മുളക് പൊടിയൊക്കെ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഞാൻ അതിന് ആ പോച്ച്ഡ് എഗ്ഗിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ഈ സോസ് കേട്ടോ. ഈ സോസിന് ഈ കളർ എന്ന് പറയുന്നത് ഞാൻ കുരുമുളക് പൊടിച്ചിട്ടിട്ട് കൊണ്ടാണ്, പൊടിച്ചത് വാങ്ങിയത് ഇട്ടത് കൊണ്ടാണ് ഈ കളറ്. അതിൻ്റെ മുകളിലേക്ക് ആ എഗ്ഗിനും കൂടി വേണ്ട കുറച്ച് ഉപ്പൊന്ന് ഞാൻ വെതറി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെറുതെ കഴിക്കാൻ അല്ല നല്ലത്, അതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബട്ടറിൽ നമ്മളൊരു ബ്രെഡ് മൊരിയിച്ചെടുക്കേണ്ട. ഈ ബട്ടറിലുള്ള ബ്രെഡും അതുപോലെ തന്നെ പോച്ച്ഡ് എഗ്ഗിൻ്റെ ഒരു കഷ്ണം കൂടി കഴിച്ചാലുണ്ടല്ലോ സാറേ, നമ്മൾ സ്വർഗ്ഗം കാണും കേട്ടോ. നമ്മൾ ബ്രെഡിനെ 2 ഭാഗവും നേരത്തെ ഉണ്ടാക്കിയ സോസ് ഉണ്ടാക്കിയ പാനിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചില്ലിയുടെ ഇതൊക്കെ അതിലേക്ക് ഉണ്ടാവും. അപ്പോൾ ആ ബ്രെഡിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ബ്രെഡ് 2 സൈഡൊന്ന് മൊരിയിച്ചതിന് ശേഷം നമ്മൾക്ക് ഇനി കഴിക്കാൻ ആരംഭിക്കുക. അതാ നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് ഉണ്ട്. ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉണ്ണി ഇങ്ങനെയാണ് വരിക കേട്ടോ. ഞാൻ ഒരെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ, ഒരെണ്ണം ഞാൻ താഴെയുള്ള ആൾക്ക് എടുത്ത് വെച്ചേക്കാണ്. കാരണം ആൾ വരുമ്പോഴേക്കും ചോദിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഞാൻ ആദ്യം രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ് ടേസ്റ്റ് നോക്കുന്നത്. അതങ്ങോട്ട് വായിലിട്ടാലുണ്ടല്ലോ നമുക്ക് ആ പുളിപ്പില്ലാത്ത തൈരും അതിൻ്റെ ഉള്ളിലുള്ള മസാലയും ബട്ടറും ഒക്കെ കൂടി ചേർത്തിട്ടുണ്ടല്ലോ നമ്മുടെ വായിൽ ഇങ്ങനെ കപ്പലോടും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബട്ടർ ഇല്ലയെന്ന് വിചാരിച്ചോളൂ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയാലും മതി, നല്ല ടേസ്റ്റാവും. നമുക്കിങ്ങനെ വായിൽ വെച്ചാൽ നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും തിന്നുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല സ്വാദാണ്. എനിക്ക് അത് നിർത്താൻ തോന്നിയില്ല. ഞാനൊരു 2-3 ബ്രെഡ് എടുത്തിട്ട് ഞാനത് മുഴുവൻ കഴിച്ചേനെ. പക്ഷേ ഞാൻ ആ ചെറുതിനെ ആലോചിച്ചിട്ടാണ് ഞാൻ ബാക്കി ഒരെണ്ണം വച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലേ കഴിക്കണം, ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ പിടിക്കുക. നമുക്ക് ഹെൽത്തി ആണേനും ഇപ്പോൾ ജിമ്മിന് പോകുന്നവരും അതുപോലെ തന്നെ ഹെൽത്തി റെസിപ്പി ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് മാത്രം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വയറ് ഫില്ലാവുകയും ചെയ്യും. ആ തൈരിൻ്റെ പ്രൊബയോട്ടിക്കും അതുപോലെ തന്നെ മുട്ടയുടെ പ്രോട്ടീനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തിന്നിട്ട് മതിയാവില്ല, അതാണ് ഞാൻ അടിപൊളിയാന്ന് പറയണത്.
ഇനി നമുക്ക് ഗാർഡനിലെ ചെറിയ കാഴ്ചകൾ കാണാം. അപ്പോൾ പാചകം മാത്രമല്ല, ഗാർഡൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കായിട്ടൊരു ചെറിയ കാഴ്ച. അപ്പോൾ ഇന്ന് കടലാസ് റോസിൻ്റെ പൂക്കൾ വീണ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അടിക്കുകയാണ്. ഞാനന്ന് വളമിട്ടിരുന്ന കടലാസ് റോസുകളൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴയ പൂക്കളൊക്കെ കൊഴിഞ്ഞു പുതിയതായിട്ട് അവരുടെ യൗവനം വീണ്ടെടുത്തിട്ട് വരികയാണ്. നിറച്ച് പൂക്കളാണ്. ആ പൂക്കളൊക്കെ കുഞ്ഞു പൂക്കളാണ്. ഇനി അതങ്ങോട്ട് നിറഞ്ഞു വരുമ്പോൾ ഇല കാണാത്ത രീതിയിൽ നമ്മുടെ കടലാസ് റോസ് പൂ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളം പറഞ്ഞല്ലോ, 18-18 അതുപോലെ ജൈവവളവും എംപവറും കൂടി മിക്സ് ചെയ്തതാണ്. ഇതൊരു ഓർക്കിഡാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ ഇത് എങ്ങനെയാണ് പൂക്കണുണ്ടെങ്കിൽ ഒന്ന് പറയണേ, എന്താ അടിച്ചു കൊടുക്കണേന്ന്. ഞാൻ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കി, പക്ഷെ അതിൽ പൂവിടുന്നില്ല. ഇത് ഞാൻ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്തതിൻ്റെ വീഡിയോ ഇത് സക്സസ്ഫുള്ളായ ഞാനിടാം കേട്ടോ. അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ ചൈന ഡോള് കിട്ടണതൊക്കെ ഞാൻ മതിലിൻ്റെ സൈഡിലൊക്കെ കുത്തി വെക്കുന്നു. ദാ ഇങ്ങനെയാണ് ഞാൻ കുത്തി വെച്ചിരിക്കുന്നത്. കുത്തിവെച്ച് നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ പതുക്കെ അത് പിടിച്ചോളും. എൻ്റെ ഐഡിയ എന്താ വെച്ചാൽ, ഈ മതിൽ നമുക്ക് എപ്പോഴും പെയിൻ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പച്ചപ്പ് മതിലിൻ്റെ മുകളിൽ വരെ അങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മതിലിൻ്റെ വൃത്തികേടൊന്നും അറിയില്ലല്ലോ. പിന്നെ എൻ്റെ കയ്യിൽ ഈ ചെടിയുണ്ട്. ഇത് അതെ ഒരു തരം ഓർക്കിഡാണ്. പൂക്കളൊന്നും ആവുന്നില്ല. അതൊരു വിഷമമുണ്ട് എനിക്ക്. ഓർക്കിഡ് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വാഴുന്നില്ല. ഇതും നമ്മുടെ ക്രിസ്മസ് ട്രീ എന്താണെന്നറിയില്ല, ഒരു വെള്ളയും അതുപോലെ തന്നെ ചുമപ്പ് പൂവുണ്ടാവുന്നതാണ്. പിന്നെ ഇത് വെള്ള ആന്തൂറിയാണ്. അത് നല്ല നാടനാണെന്ന് തോന്നുന്നു. പീസ് ലില്ലിയുടെ നാടനാണ് കേട്ടോ. നമ്മൾ ബുദ്ധനെ വച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ അന്ന് കാണിച്ച കർട്ടൻ പ്ലാന്റിൻ്റെ ഒരു വെറിഗേറ്റഡ് വെറൈറ്റി കുത്തി വെച്ചിട്ടുണ്ട്. താഴെ മറ്റേ നീഡിൽ എന്തോ ഒരു പുല്ലാണ്, അത് നിറഞ്ഞാൽ ഭംഗിയാന്ന് പറഞ്ഞ് അതും വച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിൽ കാണിച്ചു തരുന്ന ചെടിയാണ്. നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ക്രിപ്റ്റാന്തസ് വെച്ചിട്ടുണ്ട്. ചെറിയ പ്രതിമകളൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നുണ്ട്. ക്രിപ്റ്റാന്തസിൻ്റെ ഇത്രയും വെറൈറ്റിയാണ് എൻ്റെ ഉള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്നിടത്തൊക്കെ വയ്ക്കും. ഇവിടെ പിന്നെ എന്നെ ചീത്ത പറയാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വയ്ക്കാം. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ ചീത്ത പറയുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള തോന്നിവാസമൊന്നും കാണിക്കണ്ട കേട്ടോ. നേരത്തെ പുല്ല് പിടിപ്പിച്ചു എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഒരു ഇടവഴി ഉണ്ട്. ആ ഇടവഴിയുടെ 2 സൈഡിൽ അപ്പുറത്ത് പുല്ല് പിടിപ്പിച്ച ഭാഗവും അതുപോലെ ഇപ്പോഴത്തുള്ള ഒരു ചെറിയ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ചെറിയ പോർഷനാണ്. അപ്പം ഞാൻ അതിലും പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പുല്ലിൻ്റെ തന്നെ കഷ്ണങ്ങൾ ഞാൻ കുറേശ്ശെയായിട്ട് ഇതിലും വെച്ച് കൊടുത്ത് അങ്ങനെ ഇവിടെയും ഞാൻ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരു പച്ചപ്പാണ് കാണാൻ. അപ്പോൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. കണ്ടല്ലേ ആ പുല്ല് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഇങ്ങനെയുള്ളൊരു പാത്വേ പോലെയാണ്. പണ്ട് ഞാൻ ഇഷ്ടിക കൊണ്ടാണ് ആള് തന്നെ എനിക്ക് കെട്ടിത്തന്നതാണ് കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇഷ്ടികയൊക്കെ വെച്ച് അന്ന് സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. 2 സൈഡിലും ചെല്ലിയാണ് ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ ഒരു സൈഡിൽ മാത്രം പുല്ല് കയറി പിടിച്ചു. അപ്പം നോക്കിയപ്പോൾ അത് ഭംഗിയുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും പുല്ല് കയറി പിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വൃത്തിയായല്ലോ. ഇതും എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇതിൽ പൊട്ടിയ ടൈലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അത് കൊണ്ടുവന്നിട്ട് ആ ഇഷ്ടികയുടെ മുകളിൽ സിമെൻറ്റ് വച്ചിട്ട് ആ കഷ്ണങ്ങൾ പതിപ്പിച്ചിട്ട് ടൈല് കഷ്ണങ്ങൾ പതിപ്പിച്ചിട്ട് അവിടെ ഒന്ന് ഭംഗിയാക്കണം എന്നും കൂടി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.